ഹായ് ഹലോ, മിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക്, ഇന്നത്തെ ദിവസം നമ്മളിലേക്ക് എന്തൊക്കെയാണ് വരുന്നത്, നമ്മൾ എന്തൊക്കെയാണ് അറിയേണ്ടത്. അപ്പം അത്തരം കാര്യങ്ങളാണ്. ടാരറ്റ് കാർഡ് എടുക്കുന്നുണ്ട്, ഒറാക്കിൾ കാർഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കിതൊരു സാധ്യമാകുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ വരുന്നുണ്ടോ, നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നല്ല രീതിയിൽ നോക്കുക. റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രം നാളെയും കാണാം, അല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ വിട്ടേക്ക്. ഓക്കെ, വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ജനറൽ റീഡിംഗ് ആണ്. പിന്നെ ഇത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ് വന്നുകൊണ്ട് ഇന്ന് മാത്രമല്ല, നിങ്ങൾ എപ്പോഴാണോ ടൈംലെസ് ആണ്, എപ്പോഴാണ് കാണുന്ന ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ നോക്കാം. ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ്. താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ ഡീറ്റെയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് കാർഡ്, ഒറാക്കിൾ കാർഡ് ഷഫിൾ ചെയ്ത് നോക്കാം. നമ്മളൊരു 3 കാർഡ് എടുത്തിട്ടുണ്ട്. ആ 3 കാർഡിന്റെ എനർജി എന്ന് പറയുമ്പോൾ, ഇന്ന് എന്തൊരു പ്രവൃത്തിയിലാണെങ്കിലും, അത് എന്തൊരു കാര്യമാണെങ്കിലും ഒരു കറേജോട് കൂടി തന്നെ അതിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഒരുപാട് റിസ്ക് എടുക്കുന്ന അവസരങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അത് ധൈര്യസമേതം അത് ചെയ്യാം. നിങ്ങളെ കൊണ്ട് സാധിക്കും അത്. ഓക്കെ, നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളില്ല. നമ്മൾ നിത്യേന ചെയ്യുന്ന പരിപാടികൾ തന്നെയായിരിക്കാം, പക്ഷേ ഒരുപാട് റിസ്ക് എടുക്കുന്ന പോലത്തെ പരിപാടീസ് ആയിരിക്കാം. അതെന്തൊരു കാര്യത്തിലാണെങ്കിലും, ജോലിയാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും, അങ്ങനെ പല കാര്യത്തിലും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസം എന്തൊരു പ്രവൃത്തി ചെയ്യുന്നെങ്കിലും അതിൻ്റെ തെറ്റേത് ശരിയേത് എന്നുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ആലോചിച്ച് 2 തവണ ചിന്തിച്ച് എല്ലാത്തിനെയും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിക്കാം. അതാണ് പറയുന്നത്. റിസ്ക് എടുക്കേണ്ടി വരും, കറേജോടുകൂടി തന്നെ മുന്നോട്ട് പോവുക, ഫോക്കസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് ഒറാക്കിൾ കാർഡ് നമ്മളോട് പറയുന്നത് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് ടാരറ്റ് കൂടി നോക്കാം, അതിലെന്ത് ഗൈഡൻസ് ആണ് വരുന്നത് എന്ന് നോക്കാം. ഓക്കെ, നമ്മൾ കുറച്ച് കാർഡ് എടുത്തു. അപ്പം ആ കാർഡിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. കുറച്ച് നമ്പേഴ്സ് പറയുന്നുണ്ട്. ഈ നമ്പേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിലോ ഏതെങ്കിലും തരത്തിൽ പണസംബന്ധമായിട്ടോ ജോലി സംബന്ധമായിട്ടോ ഏതെങ്കിലും തരത്തിൽ പ്രാധാന്യമുണ്ടോ എന്ന് നോക്കാം. 2, 6, 12, 3, 9, 6 റിപ്പീറ്റ് ആവുന്നുണ്ട്. 2 എന്ന നമ്പർ വരുന്നുണ്ട്. 6 3 തവണ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു തീരുമാനം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര ടഫായിട്ടുള്ള പല സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ റിലേഷൻഷിപ്പ് ആവാം, ഹെൽത്ത് ആവാം, കരിയർ ആവാം, അങ്ങനെ എന്തും ആവാം. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, അല്ലെങ്കിൽ 2 വസ്തുക്കൾ വെച്ച് കഴിഞ്ഞാൽ അതിലേത് വേണം എന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ, തൂക്കി നോക്കുന്നൊരവസ്ഥ. അതാണോ നല്ലത്, ഇതാണോ നല്ലത്, ജോലിയാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ഏത് വേണം എന്ന് നിങ്ങൾ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു സ്റ്റേജ്.
മുന്നോട്ട് നിങ്ങൾക്കൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റാതെ ലോക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ലവേഴ്സ് കാർഡ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഒരു സെൽഫ് ലവ് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം ഇന്നത്തെ ദിവസം. നിങ്ങൾ ഒരു ഡിസ്ഹാർമണിയാണ് റിലേഷൻഷിപ്പിലുള്ളത്. ഒട്ടും ബാലൻസ് ഇല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രണയമോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബാലൻസ് ഇല്ലാതിരിക്കുകയാണ്. അതിൻ്റെ അലൈൻമെൻ്റ് എല്ലാം മാറിക്കിടക്കാണ്. ആ ഒരു പ്രണയബന്ധത്തിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടാകാം. അറ്റാച്ച്മെൻ്റ് ഒട്ടുമില്ല. ഓക്കെ, വളരെയധികം അകന്നു പോയിട്ടുണ്ടാകാം. നിങ്ങൾക്കിടയിൽ തെറ്റായ തീരുമാനങ്ങൾ, വഴക്കുകൾ, അത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. ഒന്നിനും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം ആകാത്തൊരവസ്ഥ. പിന്നെ അത്തരം ഒരു ബന്ധത്തിൽ ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു ഭയം, അത്തരം ഒരു കാര്യത്തിനെയും ആ കാർഡിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഇന്നത്തെ ഒരു ദിവസം ഹാങ്ഡ് മാൻ സിറ്റുവേഷൻ ആണ്. എന്തൊരു കാര്യത്തിനും തടസ്സങ്ങളാണ്. ഓക്കെ, തടസ്സങ്ങൾ, ഡിലേ, ആ നിൽക്കുന്ന സ്ഥലത്ത് അതേപോലെ തന്നെ നിൽക്കുന്ന ഒരവസ്ഥ, അതിൽ നിന്നും മാറാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നില്ല. തൂങ്ങിക്കിടക്കുന്ന ഒരു എനർജി. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പോ ജോലിയോ അങ്ങനെ എന്തോ ആണെങ്കിലും അത് വിട്ടുകൊടുക്കാൻ നിങ്ങൾക്കൊരു ഭയം, അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം. അതേസമയം നിങ്ങൾക്ക് അതിൽ ഒരു കൺട്രോളും ഇല്ലാത്തൊരവസ്ഥ. അപ്പൊ എന്ത് വേണം, എങ്ങനെ വേണം എന്നൊന്നറിയാതെ, സത്യം പറഞ്ഞ് ഒന്നും ഒരു തീരുമാനമോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാതെ ഇരിക്കുന്നൊരവസ്ഥ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകാം. നിങ്ങൾ കൂടുതലും ഇന്നത്തെ ദിവസം നിങ്ങളെ തന്നെയായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾക്ക് കൊടുത്തു തീർക്കാനുള്ള കുറെ കടങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ളതോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇന്നത്തെ ദിവസം ലഭിക്കുന്നുണ്ടാകാം ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ. നിങ്ങൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ചാരിറ്റി, ചിലപ്പോൾ നിങ്ങൾക്ക് വഴി കൂടെ നടന്നു പോകുമ്പോഴായിരിക്കും ഒരു വ്യക്തിനെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല, എങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ അത്തരത്തിലൊരു തോന്നലോ. പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങളിൽ ആരെങ്കിലും അധികാരം സ്ഥാപിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അധികാരം സ്ഥാപിക്കുന്നത് ജോലിയിലോ റിലേഷൻഷിപ്പിലോ എന്തിലോ ആവാം. ഒരു പവറും അധികാരവും ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു അവസ്ഥ, കാര്യങ്ങൾ, ഒരു മേലധികാരം നിങ്ങൾക്ക് കിട്ടുന്ന പോലെ, എല്ലാത്തിനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കുന്ന പോലെ. നേരത്തെ നമുക്ക് ലവേഴ്സ് കാർഡ് റിവേഴ്സ് ആണ് വന്നത്, പക്ഷേ 2 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. 2 ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കപ്പ്, ഒരു പാർട്ട്ണർഷിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു മ്യൂച്വൽ അട്രാക്ഷൻ, ശാരീരികവും മാനസികവും എല്ലാം ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ, ഒരു പ്രപ്പോസല്, മേ ബി ഒരു റീയൂണിയനുള്ളൊരു സാധ്യത, ഒരു മാരേജിനുള്ളൊരു സാധ്യത, ഒരു കണക്ഷൻ, ഇഷ്ടം തുറന്നു പറയാനുള്ളൊരു സാധ്യത. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ ദിവസം സംഭവിക്കുന്നുണ്ട്. ലവേഴ്സ് കാർഡ് റിവേഴ്സ് ആണെങ്കിലും 2 ഓഫ് കപ്പ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാകാം, പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നുണ്ടാകാം. ഓക്കെ, ഒരുപാട് വർക്ക് ഉണ്ടാകാം ചെയ്തു തീർക്കാൻ. അത് കഴിവോടുകൂടി തന്നെ, ഞാനീ പറഞ്ഞ പോലെ തന്നെ ഒരു കറേജോട് കൂടി തന്നെ എന്ത് റിസ്ക് ആണെങ്കിലും നമ്മൾ അതിനെടുത്ത് അതിലോട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമ്മളോട് കാർഡുകൾ പറയുന്നത്. അപ്പം അതുപോലെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, അതിനനുസരിച്ച് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പം നമുക്ക് അതിനുള്ളൊരു ഫലം കിട്ടും. ഓക്കെ, അപ്പം അത്തരം ഒരു എനർജീനെയും കാർഡ് പറയുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങളിൽ ഒരു പേഴ്സണൽ ട്രാൻസിഷൻ നിങ്ങൾ അറിയാതെ തന്നെ നടക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചില സാഹചര്യങ്ങളിൽ നിന്ന് മാറാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകാം. ഓക്കെ, എന്താ പറയുക, പൂർത്തീകരിക്കാതെ ഒരു ബിസിനസ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ അതിൽ വിഷമിച്ചിരുന്ന് ഒരുപാട് കരയുന്ന അവസ്ഥ, അല്ലെങ്കിൽ വേദനിക്കുന്ന അവസ്ഥ, അത് തന്നെ ചിന്തിച്ചിരിക്കുന്ന ഒരവസ്ഥ. ഓക്കെ, അത്തരം അവസ്ഥകൾ ഇന്നത്തെ ദിവസം വേണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാം. മാത്രമല്ല ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് ഒരുപാട് സെലിബ്രേഷൻ, ഒരു സഹകരണം, ഫ്രണ്ട്ഷിപ്പ് ആകാം. ഓക്കെ, ഒരു ക്രിയേറ്റിവിറ്റി, എല്ലാ തരത്തിലും ഒരു കമ്മ്യൂണിറ്റി, ഒരു ഹാപ്പിനെസ്, ഒരു സമൂഹത്തിൽ കൂടെ ചിലപ്പോൾ നിങ്ങൾ പുറത്തിറങ്ങി നടക്കുന്നതോ സമൂഹമായിട്ട് അടുത്ത് ഇടപഴകുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അത്തരം സാധ്യതകൾ പറയുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെയാണോ വർക്ക് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണോ വർക്ക് ചെയ്യുന്നത്, അങ്ങനെ എന്തൊരു കാര്യത്തിലും നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് ഒരു റിസ്ക് എടുത്ത് ഒരു കറേജോട് കൂടി തന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു
പ്രതിഫലം ലഭിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണോ നിങ്ങൾ വർക്ക് ചെയ്തത് അതിനുള്ള പ്രതിഫലം ലഭിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, എല്ലാ തരത്തിലൊരു സെൽഫ് സഫിഷ്യൻസി ഒക്കെ നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വരുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക. പണം കിട്ടാനുള്ള സാധ്യതകളുണ്ട്, ലോട്ടറി അടിക്കാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആരെങ്കിലും തരാനുള്ള പണമോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇത് കാണുന്നവരെല്ലാവരും ഇന്നത്തെ ദിവസം നിങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കാം. സംഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രം നാളെ കാണാം. കാരണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് റെസിനേറ്റ് ആകുന്നു. ദെൻ നാളെ കാണുന്നത് നിങ്ങൾക്കൊന്ന് മൈൻഡിൽ വെച്ചാൽ വല്ല വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡയറക്റ്റ് ആക്ച്വലി നമുക്ക് തരുന്ന ഗൈഡൻസ് ആണ്, അതിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് എടുക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേനെ.